ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ കാക്കുനുള്ള ചോറും ഉണ്ടാവാനുള്ള ആദ്യം റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ 7:30 ആകുമ്പോഴത്തേനും ചോറും ചായയും കടിയും എന്ന് പറഞ്ഞ പോലെ എല്ലാതും ഉണ്ടാക്കി കിട്ടണം അല്ലേ. അപ്പോൾ വേഗം ആദ്യം തന്നെ ഞാൻ ചോറും കറിയും വേഗം ഉണ്ടാക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ കടി ഉണ്ടാക്കാൻ നിൽക്കുക. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടിയ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയിട്ടൊരു കറിയാണ് ഇട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ മീൻ പൊരിച്ചതുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള തക്കാളി എടുത്തപ്പോൾ തക്കാളി കുറച്ച് വലിപ്പം കൂടിയിട്ടോ. അപ്പോൾ ഞാനതിൻ്റെ പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ കിഴങ്ങും ഉള്ളിയും കറി ഉണ്ടാക്കണതിൽ തക്കാളി കുറച്ച് ഇടാവും കേട്ടോ. ടേസ്റ്റ് ഒരുപാട് ഇട്ടാൽ ആ പുളിപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി നല്ല സെറ്റാക്കി ഒന്ന് എടുക്കട്ടെ. ഇന്ന് കടി പുട്ടാണ് കേട്ടോ. പുട്ടിനുള്ള മാവൊക്കെ ഇതാ കുഴച്ച് തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ടൊക്കെയുള്ളതും കിഴങ്ങ് കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കറി ഇതാ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രേവി പോലെ ആക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒഴിക്കണം. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേനും നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്താ അറിയില്ല, പുട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിക്കണം കേട്ടോ. ഒരുപാട് സോഫ്റ്റ് പുട്ടായി. അപ്പോൾ നമ്മൾ കുറ്റിന്ന് തള്ളിയിട്ടും അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടില്ല, നല്ല സോഫ്റ്റ് പുട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പെഷ്യലായിട്ടുള്ള പുട്ടുപൊടി അതിന് അതുപോലത്തെ ഒരു പുട്ടുപൊടി ഞാൻ വാങ്ങാറില്ല. ഞാനൊരു അരിപ്പൊടി അങ്ങനെ വാങ്ങും കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് റവ ചേർത്തിട്ടാണ് പുട്ടിനുള്ള പൊടി കുഴക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. പുട്ട് നല്ല ടേസ്റ്റാണ്, സോഫ്റ്റ് ഉണ്ടാകും. റവ കുറച്ച് ചേർത്തിട്ട് പുട്ടുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ആ റവയും അരിപ്പൊടിയും കൂടെ കൂടുമ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തരിക്ക് അതുമായി അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞയച്ച് പിന്നെ ഇനിയിപ്പോൾ നമ്മളും ചായ കുടിയൊക്കെ കഴിഞ്ഞതാട്ടോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ നന്നാക്കണം. അതുപോലെ കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് റെഡിയാക്കാണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താ ഷാഫി മീനാത്ര കേട്ടോ. അപ്പോൾ മീനിൻ്റെ പേര് പോലെ തന്നെ മീൻ കാണാനും ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ ഒന്ന് നേരാക്കി എടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കാനാണ് കേട്ടോ ഇന്നത്തെ മീൻ കറി. അപ്പോൾ കറി എന്തായാലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എടുത്ത അന്നത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മീനൊക്കെ അതവിടെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിക്കുള്ള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പൊടികളും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ടാണ് തേങ്ങ അരച്ച് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നോലുമ്പൊക്കെ വന്നാൽ അധികം ഇതുപോലെയാണ് കേട്ടോ കറി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കടിക്ക ആവശ്യം അങ്ങനെ ഒരു കറി വെക്കുമ്പോൾ തേങ്ങ അരച്ച നല്ലൊരു മസാലക്കറി നല്ല രസമാണ്, മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കടിക്കൊക്കെ അധികം നോലുമ്പ് സമയത്ത് അധികം ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നോലുമ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതുപോലെ മീൻ കറി വെച്ചാൽ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ വേറെ മത്തി അങ്ങനത്തെ ഒക്കെ ഇട്ട് കറി വെക്കുമ്പോൾ എന്തോ പോലെ തോന്നും. മത്തി നമ്മൾ പുളി വെക്കണതാണ് നല്ല രസമല്ലേ. മത്തി തേങ്ങ അരച്ച് വെക്കണത് വലിയൊരു ഗുമ്മില്ല കേട്ടോ. അപ്പോൾ മത്തിയും അയിലയും അതൊക്കെ നല്ല പുളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ച് വെക്കുകയാണെങ്കിൽ രസമുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് പാർന്ന് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറിയായി കിട്ടും. അങ്ങനെ ഇതാ കറിക്ക് ആവശ്യമായ പുളിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പും എല്ലാം റെഡിയാക്കിയിട്ട് ഇതാട്ടോ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വേകട്ടെ. അപ്പോഴത്തേനും നമുക്ക് തിളച്ച് വന്നതിന് ശേഷം മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മസാല അങ്ങോട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ നല്ല അടിപൊളി കഷ്ണം കേട്ടോ. അധികം മുള്ളൊന്നും ഉണ്ടായിട്ടില്ല. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എനിക്ക് അത്രക്കൊന്നും അങ്ങനെ ഇഷ്ടമായില്ല. പക്ഷെ മക്കൾക്കും അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. അധികം മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും മസാലയൊക്കെ ഇതാ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയിട്ടില്ല, പൊട്ടിക്കണം ഒക്കെ പണിയുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മീനൊക്കെ ഒന്ന് സെറ്റായി വെന്ത് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ചൂട് തട്ടുമ്പോൾ തന്നെ മീനൊക്കെ കേട്ടോ കളർ ചേഞ്ചായി നല്ല അതിൻ്റെ ഇറച്ചിയൊക്കെ നല്ല ഇതുപോലെ ദശയൊക്കെ നല്ല അങ്ങനെ വെന്ത് ഒരു ഇതുപോലെ ആവുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ് മീനായിരുന്നു.
അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഷാഫി കഴിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നമുക്കെന്തായാലും വലിയ ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങോട്ട് കഴിച്ചു. നമുക്ക് പിന്നെ എന്തായാലും ഇനി പറ്റിയില്ല എന്ന് വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, നമ്മൾ കറി വെറുതെ വേസ്റ്റ് ആക്കും, അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങക്കഥ അരച്ചൊഴിച്ച് കറി അവിടെ സെറ്റാക്കി എടുത്തേക്കാണ്. പിന്നെ കുറച്ച് ഉലുവയും കടുകല്ല കേട്ടോ, കടുക് ഇടാറില്ല ഞാൻ മീൻ കറിക്ക്, ഉലുവയാണ്. ഉലുവയും ഉള്ളിയും അതുപോലെ നമ്മളെ കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് തൂമിച്ച് വെച്ചാൽ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിക്കണം. നല്ലൊരു മണമുള്ളൊരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ മത്തൻ്റെ ഇല ഒന്ന് റെഡിയാക്കാണ്ട്, മത്തൻ്റെ ഇല ഞാൻ വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, ഓവർ വെള്ളമില്ലാതെ. അപ്പോൾ മീൻ കറി എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കറി കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഇതാ നമ്മുടെ മത്തൻ്റെ ഇലയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചട്ടിയിട്ട് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിക്കൊന്നിട്ട് കൊടുക്കുക. നമ്മളെ മത്തൻ്റെ ഇല റെഡിയാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, മക്കൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാനും നമ്മുടെ കാക്കു മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് വെള്ളമില്ലാതെ ഇങ്ങനെ കുറുന്നനെ വെക്കണതാവും ഈ ഇലവർഗ്ഗമൊക്കെ രസം. അപ്പോൾ എന്തായാലും മത്തൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും പാകത്തിന്, ഇനി ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കാന്താരി മുളകാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇനി അറുക്കാൻ പോകാനുള്ള ടൈമില്ല, അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പച്ചമുളക് തന്നെ ഒരു 2 എണ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അവിടെ കിടന്നിട്ട് വേകട്ടെ കേട്ടോ. ഇനി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ഒരു ലേശം, അധികമൊന്നുമില്ല, ഒരു കുറച്ച് കേട്ടോ, ഓവറാക്കാതെ. അങ്ങനെ ഇതാ നമ്മുടെ മത്തൻ്റെ ഇലയൊക്കെ നല്ല വാടി സെറ്റായി വരുന്നുണ്ട്. കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ, ഇല കുറച്ച് നല്ലോണം വേകണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ നല്ല വെളിച്ചെണ്ണൻ്റെയും ആ പച്ചമുളകിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതൊക്കെ ഒരു ഉണക്കമീനാണ് വേണ്ടത് കേട്ടോ, ഉണക്കൽ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളം ഞാൻ ഇത്രയും പാർന്നിട്ടുള്ളൂ കേട്ടോ, കണ്ടില്ല, ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. അത് നമ്മളെ ഇല വേകേണ്ട ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതെന്തായാലും അവിടെ ഒന്ന് കടന്ന് വെന്ത് സെറ്റായി വരട്ടെ. ഇനിയിപ്പോൾ അപ്പോഴത്തേനും നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ അലക്കാൻ ഉണ്ട്, അലക്കാൻ പിന്നെ ഡെയിലി ഉണ്ടാവും കേട്ടോ. അലക്കിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം അലക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഒരുപാടാകുമല്ലോ, അതുകൊണ്ട് ഞാൻ എന്നും ഡെയിലി അലക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അലക്കാനൊക്കെ പോയി വന്ന് ഇതാ നമ്മുടെ കറിയും ഇവിടെ റെഡിയായി, കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ അതാ നല്ലോണം തണുത്ത് ആറി വന്നിട്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ചോറ് കഴിക്കാൻ നോക്കിയപ്പോഴാണ് രാവിലത്തെ കുറച്ച് പുട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് അവിടെ മാറ്റി വെച്ച് പുട്ടും മീൻകറിയും കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ എന്തായാലും ആ പുട്ടിന് എടുത്ത് വെച്ചാൽ ചിലപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എഴുതിയിട്ട് എടുത്ത ചോറ് നമ്മൾ പാത്രത്തിൽ തന്നെ കൊട്ടിയിട്ട് അങ്ങനെ ഞാൻ മീൻകറി പുട്ടും ആട്ടോ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇതാ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ചായ രാവിലത്തെ ബാക്കിയിട്ടോ, കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുടിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ വേഗം കുറച്ച് കുടിച്ചു. ചായ കണ്ടാൽ അങ്ങനെയാണ്, ചായക്കുടി പരമാവധി നിർത്തണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. പക്ഷെ കാണുമ്പോൾ ഇങ്ങനെ കുടിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.